ഞാൻ പ്രതിപക്ഷ നേതാവ് സന്ദീപ് വാര്യരൊക്കെ എന്തോ പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കുന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകണമെന്നാണ് വിചാരിച്ചു. ഇതൊക്കെ 2015 20 പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണ്. പ്രതിപക്ഷ നേതാവിനെ ഈ വ്യക്തിയെക്കുറിച്ച് അറിയില്ല തോന്നുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിൻ്റെ കുഴിയിൽ വീണത്. ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞ കേസാണ്. 2010 ഒരു അന്യമതസ്ഥനായിട്ടുള്ള യുവാവിനെ വിവാഹം കഴിച്ച് എറണാകുളത്ത് താമസമാക്കിയ ആൾ 2014 ഭാര്യയുടെ പിതാവ് ഡയാലിസിന് കോയമ്പത്തൂരിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ വരുന്നു. അവിടെ അലമാരകൾ പരിശോധിക്കുന്നു. അച്ഛൻ മൂത്ത മകളായിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് എഴുതി വെച്ച വില്ല് കാണുന്നു. ആ വില്ല് കണ്ട് ശക്തമായിട്ട് ആ വില്ല് കണ്ടതുടനെ അക്രമാസക്തിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അച്ഛനെ ആക്രമിക്കുന്നു. ഹോസ്പിറ്റലിൽ പോയി രാത്രി അഡ്മിറ്റ് ചെയ്യുന്നു. പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പറഞ്ഞുള്ള കള്ളപ്പരാതി കൂടി അതിനോട് കൊടുക്കുന്നു. ഇതൊക്കെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചു. അച്ഛൻ ജഡ്ജിൻ്റെ മുൻപിലാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. ജഡ്ജിൻ്റെ ചേംബറിൽ പോയിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. എൻ്റെ നോക്കുന്നത് എൻ്റെ മരുമകനും മോളുമാണ്. ഈ കള്ളപ്പരാതിയാണെന്നുള്ളത് ജഡ്ജ്മെൻറ്റ് നിങ്ങൾ വായിച്ചു നോക്കണം. ജഡ്ജ്മെൻറ്റിൽ വളരെ കൃത്യമായിട്ട് ജഡ്ജി പറയുന്നുണ്ട്. അച്ഛൻ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ച് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയിൽ പോലീസ് അന്വേഷണം കൃത്യമായിട്ട് നടക്കണമെന്ന് സൂപ്രണ്ട് ഓഫ് പോലീസിന് ഡയറക്ഷൻ വാങ്ങുന്നു. പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു. കേസ് അന്വേഷണത്തിൽ ജഡ്ജ്മെൻറ്റിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ജഡ്ജ്മെൻറ്റിൽ വളരെ കൃത്യമായിട്ട് 2024 ജൂലൈ മാസം 24-ാം തീയതി വന്ന ജഡ്ജ്മെൻറ്റിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. കൺസിഡറിംഗ് ദ എബവ് അനാലിസിസ് ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ദി prosecution has failed to establish the occurrence and allegations beyond reasonable doubt. The evidence presented does not sufficiently connect the accused to the alleged offences. The inconsistencies in these testimonies and the lack of corroborative evidence undermine the prosecution case. Therefore, the allegations against the accused are not proved beyond reasonable doubt. The accused are entitled to the benefit of the doubt and acquittal. An overall assessment of the evidence reveals that all points are answered against the prosecution. ഇതിൽ കൂടുതൽ എന്താ വേണ്ട ജഡ്ജ്മെന്റ്? മീഡിയ വണ്ണിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലായിരിക്കും ചാനൽ. അല്ല ഇത് അതെ അല്ല കഴിയട്ടെ. ഈ രണ്ടാമത്തെ അയച്ച ജഡ്ജ്മെന്റിൽ ഇതിൽ പരാതിയായിട്ട് അവർ പറയുന്നത് നിങ്ങൾ മർദ്ദിച്ചു എന്നും ചെയർ ഉപയോഗിച്ച് അടിച്ചു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ലൈംഗികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അല്ല. അതിൽ അങ്ങനെയുള്ള ഒരാള് കോടതിയിൽ കൊടുത്ത ഇതാണ് കോടതിയിൽ ക്രോസ് ചെയ്യണ സമയത്ത് കൊടുത്ത സ്റ്റേറ്റ്മെന്റാണ്. ഈ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ക്രോസിംഗ് സമയത്ത് പറഞ്ഞിടും. നിങ്ങൾക്ക് പരിശോധിക്കാം.